നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ഒരു സാമൂഹ്യ ജീവിയായ നാം ജീവിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ ഇടയിലാണ്. നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് കൂട്ടുകാരുണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് മറ്റു അയൽവാസികളുണ്ട്. പൊതുവെ നമുക്ക് നാട്ടിൽ പലരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് ആളുകളുമായിട്ടുള്ള, വ്യക്തികളുമായിട്ടുള്ള, സമൂഹവുമായിട്ടുള്ള, ഈ സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ആളുകളുമായുള്ള കണക്ഷൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഏത് ലക്ഷ്യമാണ് എങ്കിലും, നമ്മുടെ ഏത് ഉദ്ദേശമാണ് എങ്കിലും അത് നടപ്പിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സമൂഹത്തിലെ ഏതെങ്കിലും വ്യക്തിയെയോ അല്ല എങ്കിൽ വ്യക്തികളെയോ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം നേടാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾക്ക് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് ജീവിത വിജയത്തിന് സഹായിക്കുന്ന 12 നിയമങ്ങളിൽ 11ാമത്തെ നിയമമായി ലോ ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത്. ജീവിത വിജയത്തിന്റെ 12 നിയമങ്ങളിൽ 10 കഴിഞ്ഞ 10 വീഡിയോകളിലായി നാം ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നാം 11ാമത്തെ നിയമമായ ലോ ഓഫ് കണക്ഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ ജീവിയായ നമുക്ക് നമ്മുടെ കുടുംബ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രൊഫഷണൽ കാര്യങ്ങളിൽ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, എല്ലാ മേഖലയിലും വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ വളരെ പ്രധാനമാണ്. അതിനെ കീപ്പ് ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു കണക്ഷൻ സമൂഹവുമായി, വ്യക്തിയുമായി, നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ കുടുംബാംഗങ്ങളുമായി, നമ്മുടെ അയൽവാസികളുമായി, നമ്മുടെ മറ്റു മേഖലയിൽ നാം ദിനേന ബന്ധപ്പെടുന്ന വ്യക്തികളുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, നല്ല ഒരു കണക്ഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന, ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഉള്ള ബന്ധം ശക്തമാക്കണം. നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് വേണം. നമ്മളെ കുറിച്ച്, നമ്മുടെ സ്ട്രെങ്ത്തുകളെയും നമ്മുടെ വീക്ക്നെസ്സുകളെയും കുറിച്ച് നമുക്ക് ധാരണ വേണം. നമ്മുടെ അറിവുകളെയും അറിവില്ലായ്മകളെയും കുറിച്ച് നമുക്ക് കൃത്യമായ അവയർനെസ് വേണം. നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റാറ്റസിനെയും ഒക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. നാം നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മളെ തന്നെ കെയർ ചെയ്യണം. നമ്മളെ നാം ഇഷ്ടപ്പെടുന്നതിലൂടെയാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. നമുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ കഴിയുക, ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ കഴിയുക, ഏറ്റവും കൂടുതൽ നമ്മളെ കെയർ ചെയ്യാൻ കഴിയുക. അങ്ങനെ നമ്മളെ കെയർ ചെയ്തുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒക്കെയാവണം നാം മറ്റുള്ള ആളുകളുടെ ഇഷ്ടം നേടുന്നത്. അങ്ങനെ ആ ഇഷ്ടം നേടുമ്പോഴാണ് ഈ കണക്ഷൻ, അവരുമായിട്ടുള്ള ആ ബന്ധം ശക്തമാകുന്നത്. അതിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കുകയും, നമ്മളെ സ്നേഹിക്കുകയും, നമ്മളോട് തന്നെ നീതി പുലർത്തുകയും ചെയ്യുക. രണ്ടാമതായി, നാം ആളുകളുമായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളോട് വളരെ ജെന്യുവിനായി, സത്യസന്ധമായി, നമ്മൾ എങ്ങനെയാണോ അത് പ്രസന്റ് ചെയ്തുകൊണ്ട് ആളുകളോട് ഓപ്പണസ് ആയിക്കൊണ്ടും സിൻസിയർ ആയിക്കൊണ്ടും നാം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തുടങ്ങാനും അതിനെ ശക്തിപ്പെടുത്താനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഐഡിയകളെ മറ്റുള്ളവരുമായി സംവദിക്കുകയും, നമ്മുടെ വാല്യൂകളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഒക്കെ, നമ്മുടെ വ്യക്തിത്വത്തെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതുകൊണ്ട് നല്ല ഓപ്പണസ് ആയിക്കൊണ്ട്, സിൻസിയർ ആയിക്കൊണ്ട്, എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാം പ്രാക്ടീസ് ചെയ്യുക. മറ്റൊന്ന്, നാം സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ചിലപ്പോൾ 2 ആളുകളാകാം, അതല്ല എങ്കിൽ കുറച്ച് കൂടുതൽ ആളുകളാകാം, അല്ല എങ്കിൽ ഒരു പൊതു സമ്മേളനത്തിൽ, ഒരു പബ്ലിക് സ്പീക്കിങ്ങിലാകാം നാം.
എന്തായാലും നമ്മുടെ ഓഡിയൻസിന്റെ നിലവാരത്തെ കൃത്യമായി നാം മനസ്സിലാക്കുക. ആ ഓഡിയൻസിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു മെസ്സേജ് അവർക്ക് നൽകുക. അത് വാക്കിലൂടെ മാത്രമാകരുത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. നാം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാകരുത്. ആളുകൾ നമ്മുടെ സംസാരത്തിന് വാല്യൂ കൽപ്പിക്കണമെങ്കിൽ നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നതേ പറയാവൂ എന്നതാണ് ആ കാര്യം. ഒരു ജെന്യുവിനിറ്റി നമ്മളിൽ വേണം. അതോടൊപ്പം നാം സംസാരിക്കുന്ന ആളുകളുടെ കൃത്യമായ നിലവാരത്തെ നാം മാനിക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മളൊരു വിഷയം ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെ കുറിച്ചാകരുത് നമ്മുടെ മുഴുവൻ ഫോക്കസ്. ഞാൻ എങ്ങനെ സംസാരിക്കുന്നു, ഞാൻ എങ്ങനെയാണ്, എൻ്റെത് എങ്ങനെയാണ് എന്നതല്ല. നേരെ മറിച്ച് അത്തരം നാം സംസാരിക്കുന്ന ആളുകളിലേക്കാകണം ഫോക്കസ് ചെയ്യുന്നത്. ഇത് എഫക്റ്റീവായിട്ടുള്ള കണക്ഷനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒന്നാണ്. നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഐഡിയകളെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് വിളിച്ചുകൊണ്ടും അവരുടെ ഐഡിയകളും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അതുമായി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ, അവരെ കൂടുതൽ സംസാരിക്കാൻ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കണം നാം ആളുകളുമായി സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതും. നമ്മളെക്കാൾ അവർക്ക് പ്രാധാന്യം നൽകണം. നാം ആരോട് സംസാരിക്കുന്നു അവരോട് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം നാം സംസാരിക്കുന്നത്. അതോടൊപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ്, കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി നല്ല ഒരു ലിസണർ ആയിരിക്കുക എന്നത്. അവർക്ക് പറയാനുള്ള കാര്യത്തെ പൂർണ്ണമായി ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുക, അവർ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും മറുചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ സംസാരം അവസാനിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന രീതിയിൽ ഒന്ന് സമ്മറൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ അവരോട് തന്നെ തിരിച്ചു പറയുക. ഇതൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന രീതിയിൽ എഫക്റ്റീവ് ലിസണറാകാൻ, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ലിസണറാകാൻ നാം ശ്രമിക്കുക. ഈ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പരമാവധി അറിയാൻ ശ്രമിക്കുക എന്നത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കാനും കമ്മ്യൂണിക്കേഷനെ കൂടുതൽ എഫക്റ്റീവാക്കാനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഇവന്റിൽ നമ്മൾ സംസാരിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു പരിപാടിക്ക് നമ്മളെ സംസാരിക്കാൻ വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആ വിഷയവുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ ഉള്ളിലുള്ള കുറേ ലോക വിവരങ്ങൾ വിളമ്പുന്നതിനു പകരം ഏതു തരത്തിലുള്ള പരിപാടിയാണ് അവർ സംഘടിപ്പിക്കുന്നത്, ആ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ അജണ്ട എന്താണ്, ആ പരിപാടിയുമായി അവർ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓഡിയൻസ് ഏത് നിലവാരത്തിലുള്ള ആളുകളാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിലേക്ക് സെറ്റ് ചെയ്ത ഒരു പ്രഭാഷണമായിരിക്കണം, ഒരു സംസാരമായിരിക്കണം നാം നടത്തേണ്ടത്. അതുകൊണ്ട് കൃത്യമായി ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുക. നാം സംസാരിക്കാൻ പോകുന്ന വ്യക്തിയുടെയോ വ്യക്തികളുടെയോ അല്ല എങ്കിൽ ആ സമൂഹത്തിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലക്ഷ്യവും അവരുടെ ജീവിത നിലവാരവും കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഈ ആളുകളുമായിട്ടുള്ള കണക്ഷൻ നല്ല ശക്തമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ആരുമാകട്ടെ ആ ആളിൽ കൃത്യമായി നമ്മൾ വിശ്വസിക്കുക. ഒരു സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ കേൾക്കാതിരിക്കുക. ഇവൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇവൻ വഞ്ചകനാണോ, ഇവൻ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ, ഇവന്റെ സംസാരത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്ന അർത്ഥമൊന്നും കാണാതെ കൃത്യമായി ഒരു നല്ല വിശ്വാസത്തോടു കൂടി ആ വ്യക്തിയുമായി നാം സംസാരിക്കുകയും നാം സംസാരിക്കുന്ന വ്യക്തിയിൽ വിശ്വസിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുക. കേട്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവർക്ക് തോന്നണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം
കേട്ടിരിക്കുന്നു, ഇദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വേണമെങ്കിൽ എടുത്താൽ മതി കാര്യങ്ങൾ. നമ്മൾ പിന്നീട് അദ്ദേഹവുമായി പിരിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് അവലോകനം ചെയ്യുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വിശദമായി നാം അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് തീരുമാനങ്ങൾ പിന്നീട് എടുക്കാം. അല്ലാതെ മുൻധാരണയോടുകൂടി ഒരിക്കലും ഒരു സംശയത്തോടെ ഒരാളോടും നാം സംസാരിക്കരുത്. ഒരു മുൻവിധിയോടുകൂടി ഒരാളെയും നാം സമീപിക്കരുത്. അതുപോലെ കണ്ണുകളിലേക്ക് നോക്കുക, നാം നല്ല ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നാം കാത്തു സൂക്ഷിക്കുക, കോൺഫിഡൻസോടുകൂടി നിൽക്കുക, അദ്ദേഹത്തിന് മുഖം തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ മാത്രം ശ്രദ്ധിക്കുക, മറ്റു കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ നമ്മുടെ ശ്രദ്ധ പതറാതെ ഒരാളുമായി നാം സംസാരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നാം അവർക്ക് ഹോപ്പുകൾ, പ്രതീക്ഷകൾ നൽകുക, അവരെ പൂർണ്ണമായി കേൾക്കുക. ഈ കാലത്ത് ബന്ധങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ആളുകളെ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ ഐഡിയകളെ, അവരുടെ കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായി കേൾക്കാനും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും അതിന് ഉപദേശങ്ങൾ നൽകാനും ഒക്കെ നമുക്ക് കഴിയണം. നമ്മൾ ഡയറക്ഷൻ നൽകാനും അവർക്ക് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും വഴികാട്ടിയാവാനും അവർക്ക് പ്രതീക്ഷ നൽകാനും ശ്രമിക്കുക. നമ്മൾ ഒരു വേള നൽകുന്ന ഒരു പുറത്തു തട്ടിക്കൊണ്ട് സാരമില്ല എന്ന് പറയുന്നത് പോലും ഒരു വേള ഒരു ജീവൻ രക്ഷിക്കലാകാം. പുതിയ കാലത്ത് മഹാഭൂരിപക്ഷം ആളുകളും തൻ്റെ പ്രയാസങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കി ലോൺലിനെസ്സിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ വരെ തീരുമാനമെടുക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഒരാളെ കേൾക്കുമ്പോൾ, ഒരാളുമായി നല്ല ബന്ധം, നല്ല കണക്ഷൻ സൂക്ഷിക്കുമ്പോൾ, ഒരു വേള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പൂർണ്ണമായ ഉത്തരവാദിത്തം, അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടേതായി മാറും. ഒരാളെ കേൾക്കുകയും അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ലീഡ് ചെയ്യുകയും നല്ല ജീവിതത്തിലേക്ക് ലീഡ് ചെയ്യുകയും അവർക്ക് പ്രതീക്ഷ നൽകുകയും വഴികാട്ടിയാകുകയും ഒക്കെ ചെയ്യുക. അത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവൻ്റെ കൈപിടിക്കാൻ നമുക്ക് കഴിയുക എന്നത്. അങ്ങനെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും കണക്ഷൻ ബെറ്ററാക്കുകയും ആ കണക്ഷനെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ബന്ധങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനുമൊക്കെ സഹായകരമായ രീതിയിൽ സമൂഹത്തിലെ വ്യക്തിബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, ജീവിത വിജയത്തെ സഹായിക്കുന്ന 12 നിയമങ്ങളിലെ അവസാന നിയമമായ 12ാമത്തെ നിയമവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.